അതേസമയം പി വി അൻവറിന്റെ UDF പ്രവേശനത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട്. സ്ഥാനാർത്ഥിയോടുള്ള സമീപനം വിലയിരുത്തിയാകും പ്രവേശന തീരുമാനം. അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അൻവറിനെ ഒറ്റയടിക്ക് ചേർത്ത് നിർത്താനോ തള്ളിപ്പറയാനോ കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിൽ എന്താകും അൻവറിന്റെ സമീപനമെന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ UDF പ്രവേശനത്തിൽ തീരുമാനമെടുക്കൂ. പ്രചരണ വേദിയിൽ അൻവർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയിറക്കി മത്സരരംഗത്തുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രം മാറ്റും. സമവായത്തിലെത്തിയില്ലെങ്കിൽ അവഗണിച്ച് മുന്നോട്ട് പോകാനാകും തീരുമാനം. UDF ചെയർമാൻ എന്ന നിലയിൽ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് VD സതീശൻ. അദ്ദേഹം UDFന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDFന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. PV അൻവറുമായി സംസ്ഥാന നേതൃത്വം ആശയവിനിമയം നടത്തുമെന്ന് ദീപാദാസ് മുൻഷി 24നോട്. We will speak to him. Our leaders are there. The state leaders are speaking to him. മുന്നണി പ്രവേശനത്തിൽ കൂടിയാലോചന ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട്. പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാകണമെങ്കിൽ UDFുമായി ഞങ്ങൾ എല്ലാവരുമായി കൂട്ടായി ആലോചിക്കണം. അതല്ലാതെ ഒറ്റയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച PK കുഞ്ഞാലിക്കുട്ടി തീരുമാനത്തിനൊപ്പം UDF കക്ഷികൾ ഒപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടു. UDF ഒരു തീരുമാനമെടുത്തു. അൻവറിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായി ഒരു സമന്വയം ഉണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നത് UDF ഒറ്റക്കെട്ടായിരിക്കും. അൻവർ UDFനോട് സഹകരിക്കും എന്നാണ് പറയുന്നത്. മത്സരരംഗത്തുണ്ടാകുമെന്ന അൻവറിന്റെ മുന്നറിയിപ്പ് UDF പ്രവേശനം വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദതന്ത്രമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. നിലമ്പൂരിൽ വിധി നിശ്ചയിക്കുന്നതിൽ അൻവർ ഘടകമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രചരണരംഗത്ത് കടക്കും മുൻപ് മുസ്ലിം ഉൾപ്പെടെയുള്ള കക്ഷികളെ അൻവറുമായി ആശയവിനിമയം നടത്തി സമവായത്തിലെത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.